നമസ്കാരം. ജ്ഞാനാമൃതധാരയിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരം അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. മനുഷ്യനാൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം സങ്കീർണമായ നിരവധി സംവിധാനങ്ങൾ ഓരോ മനുഷ്യ ശരീരത്തിലുമുണ്ട്. എന്നാൽ ഈ സംവിധാനങ്ങളൊന്നും തന്നെ സ്വയം പ്രവർത്തിക്കാൻ കഴിവില്ലാത്തവയാണ്. ശരീരാംഗങ്ങളെ സംവിധാനം ചെയ്യുന്ന ആത്മാവിന്റെ സമർത്ഥത അപാരം തന്നെ. ആത്മാവ് ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഇന്നത്തെ ജ്ഞാനരത്നങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓം ശാന്തി. നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞ് ഞാൻ ആരാണെന്നുള്ള സത്യബോധത്തിൽ ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഓരോ ദിവസവും ദൈനംദിന ജീവിതത്തിലെ ഓരോ ചുവടിലും നമുക്ക് ഓരോ കാര്യങ്ങളിലും നമ്മുടെ A to Z, നമ്മുടെ വിചാരങ്ങളിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ വാക്കിലും കർമ്മത്തിലെല്ലാം നമുക്ക് പരിവർത്തനം അഥവാ മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ എന്നെ അറിയുമ്പോൾ, അതായത് ഞാൻ ഈ ശരീരമല്ല ആത്മാവാണെന്നുള്ള തിരിച്ചറിവ്, ആ മൂന്നാം കണ്ണിൻ്റെ കാഴ്ച നമുക്ക് ജീവിതത്തിൽ തന്നെ പുതിയൊരു ഉൾക്കാഴ്ച പ്രദാനം ചെയ്യും. ജീവിതത്തെ പ്രതിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിലെ ഒരു മാറ്റം ഉണ്ടാക്കുകയാണ്. ആത്മാവ് ഈ ശരീരത്തിൽ ഭ്രൂമധ്യത്തിലിരുന്നുകൊണ്ട് ആത്മാവ് കർമ്മം ചെയ്യുന്ന സമയത്ത് ആത്മാവ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫാക്ടറി പോലെയാണ് അല്ലേ. എത്ര 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 ചെറിയ ചെറിയ ഉപകരണങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന വലിയൊരു ഫാക്ടറിയാണ് നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്നത്. അപ്പം സാധാരണ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ തന്നെ, ഒരു വീട്ടിൽ തന്നെ ഇന്നത്തെ ലോകത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ശാസ്ത്രം വളർന്നതിന് ശേഷം സയൻസിൻ്റെ ടെക്നോളജി നമുക്ക് എത്ര എത്ര ഉപകരണങ്ങൾ സഹായത്തിന് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി നിറയെ ഉപകരണങ്ങൾ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ട് അല്ലേ. മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, മോട്ടോർ പമ്പുണ്ട്. പണ്ടാണെങ്കിൽ നമുക്ക് അരയ്ക്കണം, വെള്ളം കോരണം, എല്ലാം ശാരീരിക അധ്വാനം കൂടുതലായിരുന്നു. പക്ഷേ ഈ സയൻസിൻ്റെ ടെക്നോളജി പുതിയ പുതിയ ഉപകരണങ്ങളെ കൊണ്ടുവന്ന് തന്നപ്പോൾ ഇന്ന് നമുക്ക് എല്ലാം ഈസിയായി. ക്ലീനിങ് ആകട്ടെ, അടിച്ചു വാരലാകട്ടെ, പാത്രം കഴുകാനാകട്ടെ, ശാരീരിക അധ്വാനം വളരെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പറയാറില്ലേ, ഇന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ രോഗങ്ങൾ നമുക്ക് കൂടാനുള്ള പ്രധാന കാരണവും ശരീരത്തിൻ്റെ എക്സസൈസ് കുറഞ്ഞു. കാരണം കൂടുതൽ കാര്യങ്ങളും നടക്കുന്നത് മെഷീൻസിൻ്റെ, ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഫിസിക്കൽ എക്സസൈസ് കുറഞ്ഞു. ഫിസിക്കൽ എക്സസൈസ് കുറഞ്ഞത് കാരണം നമുക്ക് ശരീരത്തിന് രോഗങ്ങൾ കൂടാൻ തുടങ്ങി. അതേപോലെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വീട്ടിൽ എത്ര എത്ര ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നു. ഈ ബോഡി, ഈ ശരീരത്തിൽ ഇതേപോലെ ധാരാളം ഇൻസ്ട്രുമെൻറ്റ്സ് ചേർത്ത് വെച്ച് ഒരു വലിയ റോബോട്ട് പോലെ, ഒരു വലിയ മെഷീൻ പോലെയല്ലേ നമ്മുടെ ബോഡി അല്ലേ. അപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങൾക്കും സമാനമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് നമ്മുടെ ബോഡിയിലും കാണാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ സാധാരണ രീതിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ ഇന്ന് കാര്യങ്ങൾ വളരെ അധികം ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യാൻ അല്ലെ, വേൾഡിനെ മുഴുവൻ ഇന്ന് കമ്പ്യൂട്ടറിനുള്ളിൽ ഒതുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെയല്ലേ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണത് അല്ലേ. നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടറിനെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാം ഡേറ്റാസും സ്റ്റോക്ക് ചെയ്യാനും ആവശ്യത്തിന് വിവരങ്ങളെ കൊടുക്കാനും പുറത്തുനിന്നുള്ള വിവരങ്ങളെ ശേഖരിച്ച് വെക്കാനും അല്ലേ. ബ്രെയിനിൻ്റെ, തലച്ചോറിൻ്റെ പ്രവർത്തനം എത്ര ഉയർന്നതാണ്. അതേപോലെ നമ്മൾ ഈ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഒരു ജനൽ പോലെ, ജനലുകളിലൂടെ എങ്ങനെയാണ് വാതിലുകളിലൂടെ നമ്മൾ പുറം ലോകത്തെ കാണണേ, അതേപോലെ ഈ കണ്ണുകൾ നമുക്ക് ഈ ലോകത്തിൻ്റെ കാഴ്ചകളെയെല്ലാം ഒരു വാതിലിൻ്റെ, ജനലിൻ്റെ സഹായം പോലെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബോഡിയിലെ ഓരോ സിസ്റ്റവും നമ്മൾ നോക്കിക്കോളാം. നമ്മുടെ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൃദയം, ബ്ലഡിൻ്റെ പമ്പിങ് നടത്തിക്കൊണ്ടിരിക്കണം. സാധാരണ ലോകത്തിൽ നമ്മൾ മോട്ടോർ പമ്പ് ഉപയോഗിച്ച്, വാട്ടർ പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യണം. അതേപോലെ ശരീരത്തിൽ നമ്മുടെ ഹൃദയം, ഫുൾ ബോഡിയിൽ ബ്ലഡ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പമ്പിങ് ശരിക്കും ഒരു പമ്പിങ് സ്റ്റേഷൻ പോലെയല്ലേ. നമ്മുടെ വയറ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സിയുടെ, ഒരു ഗ്രൈൻഡറിൻ്റെ ജോലിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഫിൽറ്റർ ഉപയോഗിച്ച് വേസ്റ്റെല്ലാം
അരിച്ചു മാറ്റണം. അതേപോലെ നമ്മുടെ കിഡ്നി കംപ്ലീറ്റ് ബോഡിയുടെ ക്ലീനിങ് പ്രോസസ്സ് അല്ല ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ശരീരത്തിലെ ഓരോ സിസ്റ്റവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ ഇൻസ്ട്രുമെൻറ്റും കംപ്ലീറ്റ് ഈ ബോഡി സിസ്റ്റത്തെ നല്ല രീതിയിൽ ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഓരോ കാര്യങ്ങളിലും നമുക്ക് സഹായിയായിട്ട് എത്ര ഇൻസ്ട്രുമെൻറ്റുകൾ, എത്ര വ്യവസ്ഥകളാണ് നമ്മുടെ ഈ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതെല്ലാം ചേരുന്ന ഒരു വലിയ മെഷീൻ, അനവധി ചെറിയ ഉപകരണങ്ങൾ ചേർത്ത് വെച്ച് ഒരു വലിയ മെഷീനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം അല്ലേ. ഈ മെഷീൻസിനെല്ലാം പക്ഷേ ഇത്രയും വലിയ വ്യവസ്ഥകളാണ് ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കംപ്ലീറ്റ് വ്യവസ്ഥകളെ വ്യവസ്ഥാപിതമായ രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആള് ഓവറോൾ കൺട്രോളർ. ഏത് ഇൻസ്ട്രുമെൻറ്റും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇന്ന് കറണ്ട് വേണം. കാരണം കറണ്ടിൻ്റെ കണ്ടുപിടുത്തമാണല്ലോ ലോകത്തിൽ ഇത്രയധികം ഉപകരണങ്ങളെ നമുക്ക് സമ്മാനിച്ചതും ഇവയെല്ലാം ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നതിൻ്റെയും കാരണം. അപ്പോൾ ഒരു സെക്കൻഡ് കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വെള്ളവും ഇല്ല, വെളിച്ചവും ഇല്ല അല്ലേ, എല്ലാം സ്റ്റോപ്പാക്കുകയാണ്. കുറച്ച് സമയം കറണ്ട് ഇല്ലെങ്കിൽ പോലും എത്ര ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിക്കണേ. എല്ലാ പ്രവർത്തനവും നിലയ്ക്കും. അതേപോലെ നമ്മുടെ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ടെങ്കിലും തലച്ചോറിൻ്റെ വ്യവസ്ഥയുണ്ട്, ഹൃദയമുണ്ട്, ബാക്കി ബോഡിയിൽ എല്ലാ സിസ്റ്റവും ഉണ്ടെങ്കിലും പക്ഷെ തലച്ചോറ് ഉൾപ്പെടെ പ്രവർത്തിക്കണമെങ്കിൽ ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആളാരാണ്? ആത്മാവാണ് അല്ലേ. ആത്മാവാകുന്ന ചേതനയാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റത്തെ വർക്ക് ചെയ്യിപ്പിക്കണേ. കറണ്ട്. അപ്പം ഞാൻ ആ കറണ്ടാണ്. ഞാൻ ആത്മാവാകുന്ന ഊർജം ഈ ഭ്രൂമധ്യത്തിൽ ഇരുന്നുകൊണ്ട് തലച്ചോറിൻ്റെ മധ്യഭാഗത്തിരുന്ന് ഹൈപ്പോതലാമസിനടുത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനടുത്ത് ഇരുന്നുകൊണ്ടാണ് ആത്മാവിൽ നിന്നുള്ള ആ കൺട്രോളിംഗ് ആണ് കംപ്ലീറ്റ് സിസ്റ്റം. നമ്മുടെ പാദം വരെ, തല മുതൽ പാദം വരെ ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ ഓവറോൾ കൺട്രോളർ ബ്രെയിൻ ആകുന്ന കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മാവാണ്. പണ്ട് സാധാരണ രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആത്മാവ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം ആത്മാവ് ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് സയൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട് അല്ല, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും വ്യക്തി മരിക്കുന്നില്ലല്ലോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു സയൻസിനും ഹൃദയത്തിലല്ല ആത്മാവ് ഇരിക്കുന്നത്, ഹൃദയത്തിലല്ല ആത്മാവ് കുടികൊള്ളുന്നത്. ആത്മാവ് കുടികൊള്ളുന്ന സ്ഥാനം ഭ്രൂമധ്യത്തിലാണ്, തലച്ചോറിൻ്റെ ഉള്ളിലാണ്. തലച്ചോറിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഈ കറണ്ട് കംപ്ലീറ്റ് സിസ്റ്റത്തിന് ഊർജം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സപ്ലയർ ആത്മാവാണ്. ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിന് വേണ്ടുന്ന ഊർജം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മാവാണ് അല്ലേ. ഏതേത് സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യണോ അപ്പോൾ കൂടുതൽ ഊർജം ആ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ പറയില്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ക്ഷീണം. അപ്പം നമ്മൾ എന്ത് പറയും? ഓഹ് ഉണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം അല്ലേ. കാരണം ആ സമയത്ത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണം. ആ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടി ആത്മാവിന് കൂടുതൽ ഊർജം ആ ഭാഗത്തേക്ക് നമുക്ക് സപ്ലൈ ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ബാക്കി എല്ലാ ഇൻസ്ട്രുമെന്റിൽ നിന്നും ബാക്കി എല്ലാ വ്യവസ്ഥയിൽ നിന്നും എത്ര ഊർജം സപ്ലൈ ചെയ്തിരുന്നോ ആത്മാവ്, അത് കംപ്ലീറ്റ് ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ബാക്കി എല്ലാ ഉപകരണങ്ങളും ഏകദേശം ഒരു സമരം പ്രഖ്യാപിച്ച രീതിയിൽ നമുക്ക് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അത്രയും ക്ഷീണം ഫീൽ ചെയ്യണം. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആത്മാവാകുന്ന ഊർജം, ഞാൻ ആത്മാവാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റത്തെ വർക്ക് ചെയ്യണത്. പക്ഷേ ആത്മാവ് ഈ സിസ്റ്റത്തെ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം? ആത്മാവും ബോഡിയും തമ്മിലുള്ള ഈ വർക്കിംഗ് ഏത് തരത്തിലാണ് നടക്കണത്? ആത്മാവിൻ്റെയും ബോഡിയുടെയും കൂടെ കണക്ഷൻ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കണത്? ആത്മാവ് ഈ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഏത് തരത്തിലാണ്? അത് നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മാവ് തൻ്റെ സങ്കല്പ ശക്തി ഉപയോഗിച്ചാണ് ഈ ശരീരവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. തോട്ട് പവറാണ് സങ്കല്പത്തിൻ്റെ ശക്തി. ആത്മാവിൽ നിന്നുണ്ടാകുന്ന സങ്കല്പത്തിൻ്റെ ശക്തി, ചിന്താ തരംഗങ്ങൾ, ആ ചിന്തകൾ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾ, അതിന് ആ ചിന്തകളുടെ തരംഗങ്ങളെ ഈ ശരീരത്തിലെ നാഡീഞരമ്പുകളിലൂടെ, നാഡീവ്യൂഹത്തിലൂടെ അതാത് സ്ഥലങ്ങളിലേക്ക്, അതാത് ഇന്ദ്രിയങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞ ഇൻഫർമേഷൻസ് കൊടുക്കുകയും ഓരോ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ്, തലച്ചോറിലെത്തുന്ന ഇൻഫർമേഷൻസ്, ഈ നാഡീവ്യൂഹം കൊണ്ടുവന്ന് എത്തിക്കുന്ന ഇൻഫർമേഷൻസ് ആത്മാവിലെ ഫീലിങ്സ് ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന്
നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ പഞ്ചസാര എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെ ഈ ഗുലാബ് ജാമുൻ എന്ന് കേൾക്കുകയാണെന്നിരിക്കട്ടെ, ജാമുൻ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വായിൽ ചിലപ്പം പറയില്ലേ, വായിലറിയാതെ വെള്ളം വരും. വായിലറിയാതെ വെള്ളം എങ്ങനെയാ വരണേ? ജാമുൻ കേൾക്കുമ്പോൾ തന്നെ, അല്ലെ ഈ ജാമുന്റെ പിക്ചർ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരാൻ എന്താ കാരണം? ജാമുൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ചിത്രം കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോട്ട്, സങ്കല്പം ജനിക്കുകയാണ്. ജാമുൻ ചിത്രത്തിനനുസരിച്ച് നമ്മുടെ ഉള്ളില് ആ ജാമുന്റെ ആ സ്വഭാവം, വിശേഷതകൾ, അതിനെക്കുറിച്ചുള്ള തോട്ട് പ്രോസസ്സിങ് ആരംഭിക്കുകയാണ്. എന്ത് തോട്ട് ജനിച്ചു? ജാമുൻ, സ്വീറ്റ്നെസ്. ജാമുന്റെ സ്വീറ്റ്നെസ് ഓർമ്മ വരുന്നതും ആ തോട്ട് ഉണ്ടാക്കുന്ന ആ തരംഗങ്ങള്, ഉദ്ദീപനങ്ങള്, നാഡീവ്യൂഹം ഓട്ടോമാറ്റിക്കലി അത് നാവിലേക്ക് അറിയിക്കുകയാണ്. അപ്പം നാവില് നമ്മളറിയാതെ വെള്ളം ഊറുന്നു അല്ലേ? അപ്പം അതേപോലെ ഏതെങ്കിലും ഒരു ഭീകരമായ ദൃശ്യം അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ണിൽ കാണുന്നില്ല, ഒരു ദൃശ്യത്തെക്കുറിച്ച് ആരെങ്കിലും പറയാണ്, അപ്പം തന്നെ നമുക്ക് പേടി വരും. പറയില്ലേ, ഒയ്യോ എനിക്ക് പേടിയാവണു, പറയണ്ട. കാരണം എന്താ? ആ കാര്യത്തെക്കുറിച്ച്, ഭയാനകരമായ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മുടെ മുന്നിൽ ഒരാൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സെന്ത് ചെയ്യും? സങ്കല്പത്തിന്റെ ശക്തി ഉപയോഗിച്ച്, ആത്മാവ് സങ്കല്പ ശക്തി ഉപയോഗിച്ച് ആ സീന് കാണാൻ തുടങ്ങും. അകക്കണ്ണിലൂടെ ആ ദൃശ്യം കാണുകയാണ്, സങ്കല്പങ്ങൾ ജനിക്കുകയാണ് അതിനനുസരിച്ച്. അപ്പൊ അതിനനുസരിച്ചുള്ള ഫീലിങ്സ് ഉണ്ടാവും. അതായത് നമ്മുടെ മനസ്സിൽ എങ്ങനെയുള്ള സങ്കല്പം, ആത്മാവിന്റെ ആ സങ്കല്പ ശക്തി എങ്ങനെയുള്ളതാണോ ആ സങ്കല്പങ്ങൾക്കനുസരിച്ച് നമുക്ക് ഫീലിങ്സ് ഉണ്ടാവും. അതുകൊണ്ട് പറയാറില്ലേ വികാര വിചാരങ്ങൾ. അപ്പൊ നമ്മുടെ ഉള്ളിൽ എങ്ങനെയുള്ള വിചാരങ്ങൾ ഉണ്ടാകുന്നു, സങ്കല്പങ്ങൾ ഉണ്ടാകുന്നു, അതിനനുസരിച്ചുള്ള ഫീലിങ്സ് നമുക്കുണ്ടാവും. എങ്ങനെയുള്ള ഫീലിങ്സ് ആണോ നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, ആ ഫീലിങ്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയും, കാണിക്കാൻ. അതായത് ആ ഭാവപ്രകടനങ്ങൾ നമ്മളിൽ നിന്ന് വരും, ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളത് കാണിക്കും. അപ്പം അതേപോലെ ഇന്ദ്രിയത്തിലൂടെ നമുക്ക് എങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കിട്ടണോ അത് നമ്മൾ ആത്മാവിൽ എത്തിച്ചേരുന്ന സമയത്ത് അതിനനുസരിച്ച് സങ്കല്പങ്ങൾ ജനിക്കുകയും ചെയ്യും നമുക്ക്. അതുകൊണ്ടാണ് ഒരു ചിത്രം കാണുമ്പോൾ തന്നെ ചിലപ്പോൾ സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, റോഡിലൂടെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ചുമരിൽ എങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുന്നോ അതിനനുസരിച്ച് ഫീലിങ്സ് നമുക്കുണ്ടാവും. വളരെ മോശമായ ചിത്രങ്ങൾ, സിനിമയുടെയൊക്കെ ചില മോശമായ പോസ്റ്ററുകൾ കാണുന്ന സമയത്ത് ആൾക്കാരുടെ ഉള്ളിൽ വികാരം, പ്രത്യേകിച്ചും കാമവികാരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ, അപ്പം അങ്ങനെയുള്ള ആ ഫീലിങ്സ് ഉടനെ ആ ചിത്രം കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് വരണേ? ആ ചിത്രം കാണുന്ന മാത്രയിൽ തന്നെ നമ്മുടെ ഉള്ളിൽ സങ്കല്പം ജനിക്കുകയാണ്. ആ വിചാരങ്ങൾക്കനുസരിച്ച് വികാരങ്ങൾ, ഫീലിങ്സുകൾ നമ്മളിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ അതാണ് ഇന്ദ്രിയത്തിലൂടെ നമുക്ക് ഭാവപ്രകടനങ്ങളുടെ രൂപത്തിൽ വരുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ മുഖം മാറും അല്ലേ? നമ്മുടെ ആക്ടിവിറ്റിയിൽ വളരെയധികം ചേഞ്ചസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം ഈ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സങ്കല്പശക്തി എന്നുള്ളത് ആണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ടോട്ടൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ശരിക്കും വിചാരശക്തിയാണ്, സങ്കല്പശക്തിയാണ്, തോട്ട് പവറാണ്. തോട്ട് പവർ. അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സാധാരണ പറയില്ലേ സൃഷ്ടിയുടെ ആധാരം സങ്കല്പമാണ് പറയും. സങ്കല്പത്തിലൂടെ സൃഷ്ടി എന്നാ പറയാം. അതായത് സൃഷ്ടി, ഏതൊരു ക്രിയേഷന്റെ ആധാരം സങ്കല്പമാണ്. അപ്പം നമുക്ക് തന്നെ ഒരു വീട് വെക്കണം എന്നിരിക്കട്ടെ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓരോരുത്തരും വീട് വെച്ച് താമസിക്കുന്നുവെങ്കിൽ ആ ഒരു വീട് വെക്കണം എന്നുള്ള വിചാരം ആദ്യം തോട്ടാണ് വരുന്നത് അല്ലേ? എനിക്കൊരു വീട് വെക്കണം, നമുക്കൊരു വീട് വെക്കണം. വീട് വെക്കണം എന്നുള്ള സങ്കല്പം ജനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓരോ ആ സങ്കല്പം, എൻ്റെ വീട് എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, ഷേപ്പ് എങ്ങനെയായിരിക്കണം, എത്ര റൂംസ് ഉണ്ടായിരിക്കണം, മനസ്സുകൊണ്ട് ആദ്യം നമ്മൾ വീടുണ്ടാക്കും അല്ലേ? മനസ്സുകൊണ്ട്, സങ്കല്പം കൊണ്ട് വീട് നിർമ്മിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണേ? ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്തല്ല, ഒരു എഞ്ചിനീയർ അടുത്തേക്ക്, ഒരു ഡിസൈനറുടെ അടുത്തേക്ക് നമ്മൾ പോണേ. എന്നിട്ട് നമ്മൾ നമ്മുടെ സങ്കല്പത്തിലൂടെയുള്ള വീട് അദ്ദേഹത്തിനോട് നമ്മൾ ഷെയർ ചെയ്യും. അതിനുശേഷമാണ് അദ്ദേഹം അത് സ്കെച്ച് ഔട്ട് ചെയ്യുന്നത്. അത് സ്കെച്ച് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അല്ലെ വരച്ച്, സങ്കല്പത്തിൽ ആദ്യം തയ്യാറാക്കി അതിനുശേഷം അതിനെ പേപ്പറിൽ വരച്ചതിന് ശേഷമാണ് പിന്നീട് നമ്മൾ അല്ലെ കമ്പിയും കല്ലും ജെല്ലിയും സിമന്റും മണലും എല്ലാം ചേർത്ത് ആ വീടിന്റെ നിർമ്മാണം ആരംഭിക്കണം. അപ്പോൾ നമ്മളിരിക്കുന്ന വീട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം സൃഷ്ടിച്ചുവെങ്കിലും, എന്ത് കർമ്മം നമ്മൾ ചെയ്യുന്നെങ്കിലും എല്ലാ കർമ്മങ്ങളുടെയും ആധാരം എന്ന് പറയുന്നത് സങ്കല്പമാണ്. സ്റ്റാർട്ടിങ് സങ്കല്പത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് സങ്കല്പത്തിലൂടെ
സൃഷ്ടി. അപ്പോൾ ആത്മാവ് ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഏതൊരു കർമ്മം ചെയ്യണമെങ്കിൽ, ഏത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്ത് ജോലി ചെയ്യിപ്പിക്കണമെങ്കിലും ആദ്യം നമ്മളുടെ ഉള്ളിൽ സങ്കല്പം ജനിക്കും. സങ്കല്പിക്കാനുള്ള ആത്മാവിൻ്റെ കഴിവിൻ്റെ പേരാണ് മനസ്സ്. നമ്മൾ കൂടുതലും ആത്മാവെന്നുള്ള ശബ്ദം നമ്മൾ അധികം ഉപയോഗിക്കാറില്ല, പക്ഷെ മനസ്സെന്നുള്ള ശബ്ദം നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ട് അല്ലേ. എനിക്ക് മനസ്സുണ്ട്, മനസ്സില്ല, മനസ്സിൽ അങ്ങനെയുള്ള തോന്നൽ വരുന്നു, ഇങ്ങനെയുള്ള തോന്നൽ വരുന്നു പറയാറില്ലേ നമ്മളെല്ലാവരും. അപ്പം മനസ്സ് എന്നുള്ള ശബ്ദമാണ് നമുക്ക് കൂടുതൽ സുപരിചിതമായിരിക്കുന്നത്. കാരണം സങ്കല്പ ശക്തിയാണ് നമ്മൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആത്മാവില് ചിന്തിക്കാനുള്ള ആത്മാവിൻ്റെ കഴിവിൻ്റെ പേരാണ് മനസ്സ്. അതായത് ആത്മാവ് വേറെ മനസ്സ് വേറെ അങ്ങനെയല്ല. ചിന്ത നടക്കുന്ന സമയത്ത് ഈ ദിവ്യമായ ഊർജത്തില്, ഡിവൈൻ ലൈറ്റില്, ആത്മീയ ഊർജത്തിൻ്റെ ഉള്ളില് സങ്കല്പശക്തി പ്രവർത്തിക്കുന്ന സമയം ആ ചിന്താശക്തിയുടെ പേരാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സ്. ഇനി മനസ്സിൽ എങ്ങനെയുള്ള സങ്കല്പം ജനിക്കുന്നു, ആ സങ്കല്പങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ ഓരോരോ ഡിസിഷൻസ്, തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. ആ തീരുമാനങ്ങൾക്കനുസരിച്ച് പിന്നീട് കർമ്മം ഉണ്ടാവും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ 3 മുഖ്യമായ പ്രവർത്തനങ്ങളാണ് ആത്മാവ് ഈ ബോഡിയിലൂടെ ഒരു കർമ്മം ചെയ്യുന്നതിനിടയിൽ ഈ 3 പ്രവർത്തനങ്ങൾ. അതായത് ആദ്യം സങ്കല്പശക്തി, അതിനെ നമ്മൾ മനസ്സെന്ന് പറയും. സങ്കല്പങ്ങൾക്കനുസരിച്ച് പിന്നീട് നമ്മുടെ ബുദ്ധിയെ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രാസിനോട് നമുക്ക് ഉപയോഗിക്കാം. അതായത് തീരുമാനം എടുക്കാനുള്ള ശക്തി, നമ്മുടെ നിർണയശക്തി, നമുക്ക് വിവേചന ശക്തി എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവർ. മനസ്സിൽ സങ്കല്പം വരും, ബുദ്ധി നിർണയം നടത്തും, അതിനുശേഷം കർമ്മം ഉണ്ടാവും. എങ്ങനെയുള്ള കർമ്മം നമ്മൾ ചെയ്യുന്നു ആ കർമ്മത്തിനനുസരിച്ചുള്ള ആ മുദ്രകൾ അല്ലെങ്കിൽ ഇംപ്രഷൻസ്, അടയാളങ്ങൾ ആത്മാവിലുണ്ടാവും. അതിനെ സംസ്കാരം എന്ന് പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ 3 ആക്ടിവിറ്റി ഒരു ചെയിൻ പ്രോസസ്സ് പോലെ ശരിക്കും ഒരു ചക്രികമായ പ്രക്രിയയാണ് നമ്മുടെ ഉള്ളിൽ നടക്കണേ. മനസ്സിലെ സങ്കല്പത്തിനനുസരിച്ച് പിന്നീട് ബുദ്ധിയുടെ തീരുമാനം എടുക്കൽ. ബുദ്ധി എങ്ങനെയുള്ള തീരുമാനം എടുക്കണോ അതിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുന്നു. കർമ്മത്തിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ആ കർമ്മം, ഏത് കർമ്മം നമ്മൾ ചെയ്താലും ആ കർമ്മങ്ങൾ നമ്മളിൽ ആത്മാവിലൊരു അടയാളം ഉണ്ടാക്കും. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ 3 ഫങ്ഷനിങ് ആണ് സങ്കല്പശക്തി, ബുദ്ധിശക്തി, അതേപോലെ സംസ്കാരം. എന്നാൽ ആത്മാവിൽ നിന്ന് 3 നമുക്ക് വേറെ വേറെ ആക്കാൻ പറ്റില്ല. ആത്മാവ് തന്നെ ചിന്തിക്കുന്ന സമയത്ത് ആത്മാവിന് മനസ്സെന്ന് പറയും, തീരുമാനം എടുക്കുന്ന സമയത്ത് ആത്മാവിന് ബുദ്ധി എന്ന് പറയും. അതേപോലെ എന്ത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു അതിൻ്റെ മുദ്രകൾ സീൽ ചെയ്യപ്പെടുന്നുണ്ട്, ആത്മാവിലെ അടയാളങ്ങൾ, ഇംപ്രഷൻസ് ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ആത്മാവിന് സംസ്കാരം എന്ന പേര് പറയും. അപ്പം ഈ രീതിയിലാണ് ആത്മാവ് ഈ ശരീരത്തിലൂടെ തൻ്റെ കർമ്മങ്ങൾ, കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഈ ചക്രീയ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഓരോ ആക്ടിവിറ്റിയും നിത്യേന നമ്മളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതും ഇന്ദ്രിയങ്ങളിലൂടെയുള്ള കാഴ്ച, കേൾവി, രുചി, ഗന്ധം എന്നിവയെല്ലാം അനുഭവിക്കുന്നതും ആത്മാവ് തന്നെയാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലായി. ആത്മാവ് ശരീരത്തിലിരുന്ന് എന്തു ചിന്തിക്കുന്നുവോ അതുപ്രകാരമാണ് ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. ഇന്നത്തെ പ്രയോഗശാലയിൽ ചിന്തകളുടെ നിയന്ത്രണത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ഇന്ന് നമുക്ക് നമ്മുടെ സങ്കല്പശക്തി, അതായത് ചിന്തിക്കാനുള്ള നമ്മുടെ പവർ, ഇത്ര സർവശ്രേഷ്ഠമായ ഒരു ശക്തിയാണ് സങ്കല്പശക്തി എന്ന തിരിച്ചറിവോടുകൂടി ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ മുതൽ വൈകുന്നത് വരെയുള്ള നമ്മുടെ ദിനചര്യ പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ വിചാരങ്ങളുടെ മേലെയും നമുക്ക് ശ്രദ്ധ വേണം. അതായത് ഇത്രയും അറ്റൻഷൻ നമുക്ക് വേണം. എൻ്റെ ഓരോ സങ്കല്പവും സൃഷ്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണോ ഓരോ സങ്കല്പവും സൃഷ്ടിയുടെ ആധാരമാണ്. ഓരോ സങ്കല്പവും ഒരു രചന നടത്തും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എങ്ങനെയുള്ള വിചാരം പോയിക്കൊണ്ടിരിക്കണോ അതിനനുസരിച്ച് ഓരോ കർമ്മങ്ങളുണ്ടാകും. എൻ്റെ ജീവിതം അതിനനുസരിച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം,
ശ്രേഷ്ഠ ചിന്ത ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ആധാരമാണ്. മോശമായ വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തെ അതേപോലെ മോശമാക്കി തീർക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ വൈകുന്നവരെ എല്ലാ ജോലികളും ചെയ്തോളൂ. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാവരോടൊപ്പം ഇടപഴകുമ്പോഴും എല്ലാ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ഇന്ന് നമുക്ക് നമ്മുടെ മേലെ, നമ്മുടെ വിചാരങ്ങളുടെ മേലെ, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൻ്റെ മേലെ ഒരു ശ്രദ്ധ, അറ്റൻഷൻ നമ്മൾ വെക്കണം. അതായത് എൻ്റെ മനസ്സിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം ഈ വിശേഷ അഭ്യാസം ചെയ്തു നോക്കൂ. കാരണം ഇതിൽ നമ്മൾ അധികം ശ്രദ്ധ വയ്ക്കാറില്ല. എൻ്റെ ഉള്ളിൽ എന്താ നടക്കണേ, ചിന്തിച്ചിട്ട് ചിന്തിക്കണം എന്ന് പറയും. പണ്ട് പറയായിരുന്നു നമ്മളോട് ചിന്തിച്ചിട്ട് വേണം കർമ്മം ചെയ്യാൻ. പക്ഷെ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു അഭ്യാസം ചെയ്യണം. എൻ്റെ മനസ്സിൽ എങ്ങനെയുള്ള ചിന്ത നടക്കുന്നുകൊണ്ടിരിക്കുന്നു, ചിന്തിച്ചിട്ട് ചിന്തിക്കുക. ആത്മാവാണ് കർമ്മേന്ദ്രിയങ്ങളുടെ യജമാനൻ. ആത്മാവിന്റെ ശക്തി തിരിച്ചു കിട്ടുമ്പോൾ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലാകുന്നു. ഇന്നു നമുക്ക് ആത്മാവിന് ശരീരത്തിന് മേലുള്ള അധികാരം വീണ്ടെടുക്കുവാനുള്ള ധ്യാനം അഭ്യസിക്കാം. ശാന്തമായി ധ്യാനസ്ഥിതിയിലിരിക്കുക. കേൾക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് സങ്കല്പങ്ങളെ നേർവഴിക്ക് നയിക്കൂ. ധ്യാനാനുഭൂതി തീർച്ചയായും ലഭിക്കും. ശാന്തി. ഞാൻ എൻ്റെ ശ്രദ്ധ എന്നിലേക്ക് ഏകാഗ്രമാക്കുകയാണ്. ഞാൻ എന്നെ തന്നെ നിരീക്ഷിക്കുകയാണ്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം വലിയൊരു മിഷനാണ്. ഈ ശരീരമാകുന്ന റോബോട്ട് എൻ്റെ നിയന്ത്രണത്തിലാണ്. ഞാനാണ് ഈ ശരീരമാകുന്ന വലിയ മെഷീൻ്റെ കൺട്രോളർ. ഈ കണ്ണുകളിലൂടെ കാണുന്നത് ഞാൻ ആത്മാവാണ്. വായിൽ കൂടി സംസാരിക്കുന്നതും ഞാൻ തന്നെയാണ്. ഈ കാലുകൾ ഉപയോഗിച്ച് നടക്കുന്നത് ആത്മീയ ഊർജമായ ഞാനാണ്. ഈ ശരീരത്തെ, ഇതിലെ ഓരോ പ്രവർത്തനങ്ങളെയും തലച്ചോറ് മുതൽ പഞ്ചേന്ദ്രിയങ്ങൾ, ശ്വാസകോശം, ഹൃദയം, ദഹനേന്ദ്രിയ വ്യവസ്ഥ, വൃക്കകൾ, ശരീരത്തിലെ ഓരോരോ അവയവങ്ങളുടെയും പ്രവർത്തനം, ഞാൻ തന്നെ സാക്ഷിയായി കാണുകയാണ്. എത്ര ഉപകരണങ്ങൾ ചേർത്ത് വെച്ച് വളരെ വലിയൊരു ഫാക്ടറിയിലാണ് ഞാനിരിക്കുന്നത്. ഈ
ഈ ദേഹമാകുന്ന ഫാക്ടറിയുടെ ഉടമസ്ഥൻ. ഞാൻ ആത്മാവാണ്. യജമാനാണ് ഞാൻ. കർമ്മേന്ദ്രിയ ജിത്തായി മാറുവാൻ ഭഗവാൻ നമുക്ക് നൽകുന്ന ശ്രീമതമാണ് ഇനി. ജ്ഞാനവും ധ്യാനവുമെല്ലാം പ്രയോഗതലത്തിലെത്തിയാലാണ് ജീവിതം അനുഭവസമ്പന്നമാകുന്നത്. അനുഭവസമ്പന്നരായ ചില രാജയോഗികൾ ഇനി നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഞാനൊരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ദുഃഖിച്ചിരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ ഓഫീസിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ 1-2 പേര് ഇങ്ങനെ ക്ലാസ്സുകളിൽ ഇവിടുത്തെ ബ്രഹ്മകുമാരീസിൻ്റെ ക്ലാസ്സുകളിൽ പോവുകയും അങ്ങനെ ആ ക്ലാസ്സുകളെല്ലാം കേൾക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടായി. അങ്ങനെ ആ ക്ലാസ്സുകളെല്ലാം കേട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ രാജയോഗ ധ്യാനം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏത് കാര്യം ഫേസ് ചെയ്യാനും നമ്മുടെ മനസ്സിനകത്ത് ടെൻഷനെല്ലാം ഇല്ലാതാക്കാനും നമുക്ക് ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിതത്തിനെ നമുക്ക് മുമ്പോട്ട് പോകാനും നമുക്ക് ആ ദുഃഖത്തിൻ്റെ ആ കാഴ്ചപ്പാടെ അങ്ങ് മാറ്റി വളരെ സന്തോഷത്തോടെ നമുക്ക് ഓരോ ദിവസവും മുന്നേറുവാനും അതുപോലെ നമ്മുടെ മനസ്സിനകം നിറച്ച് കാർത്തിരണ്ട അഴുക്കുകളും ദുഷ്ചിന്തകളും ദുർവികാരങ്ങളും അസൂയ കുശുമ്പ് ഈർഷ്യ ഇതെല്ലാം ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കും. അപ്പം അതിനെല്ലാം നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ഈ രാജയോഗ ധ്യാനം വഴിയും റെഗുലറായിട്ട് നമ്മൾ ദിവസവും ഒരു ദിനചര്യകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ലാസ്സുകൾ കേൾക്കുകയും നമ്മൾ ഈ ധ്യാനം രാജയോഗ ധ്യാനം ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇത് അഭ്യസിച്ചാൽ നമുക്ക് വളരെയേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അജ്ഞാനമാകുന്ന അന്ധത നീക്കി ജ്ഞാനനേത്രം തുറന്ന് ഉണരുവാൻ ജ്ഞാനാമൃതധാരയ്ക്കായി കാത്തിരിക്കുക. നിങ്ങൾക്കു ലഭിക്കുന്ന ആത്മീയ പ്രചോദനങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ 9446820448 എന്ന നമ്പറിലോ shivajyotimedia@gmail.com എന്ന മെയിൽ ഐഡിയിലോ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഈ പരിപാടി വീണ്ടും കാണുന്നതിനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.